الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈർ വർദ്ധിപ്പിച്ചു നൽകട്ടെ. എല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനും ശ്രദ്ധയോടെ ജീവിതം മുന്നോട്ട് നയിക്കാനുമുള്ള ഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വേലകൾ, നമ്മുടെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ അതിലൊക്കെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ടച്ച് ഉണ്ടാവണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്ത്, എങ്ങനെ, എന്തിന് എന്നിത്യാദി 2-3-4 ചോദ്യങ്ങൾക്ക് മറുപടി ആകത്തക്ക വിധമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. മഹാന്മാരാകുന്ന ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞു, ചില ചരിത്രങ്ങളൊക്കെ കോറിയിട്ടു. അതിലൊരു സ്ഥലത്ത് കാണാൻ കഴിയുന്നത് നമുക്കും ശ്രദ്ധിക്കൽ നല്ലതാന്ന് തോന്നിയിട്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പണ്ടൊരു ഷെയ്ഖും മുരീദും ഉണ്ടായിരുന്നു. ഷെയ്ഖും മുരീദൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ആരാ ഷെയ്ഖ്, ആരാ മുരീദ് എന്നുള്ളത് ഇപ്പോഴും പലർക്കും ഒരു പിടിപാടില്ലാതെ പലതും പലയിടത്തിലും പോയി മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖും മുരീദും ആത്മീയ വഴിയിൽ പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളാണ്. സംശുദ്ധമായ ജീവിതം നയിക്കുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ആ വഴിക്ക് തന്നെ മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു നേതൃപദവിയിലുള്ള ആളുകൾക്കാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. അവർ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മാർഗദർശനം നൽകും, അവരെ കൂടി നന്നാക്കും, അവരെ കൂടി നല്ലവരാക്കി സ്വർഗത്തിലെത്തിക്കുന്ന കണ്ണിയായി വർത്തിക്കും. അതാണ് ഷെയ്ഖ് എന്ന് പറയുന്നത്. മുരീദ് എന്ന് പറയും ഇത്തരം നല്ല മനുഷ്യന്മാരെ ഫോളോ ചെയ്യുകയും അവരുടെ ആജ്ഞാനുവർത്തികളാവുകയും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഷെയ്ഖ് എന്താണോ പറയുന്നത് അതുപോലെ അതിനപ്പുറം ചെയ്യൂല. കാരണം എന്താ? ഷെയ്ഖിന് അത്രയും വിശ്വാസമാണ്, ഷെയ്ഖ് അത്രയും സംശുദ്ധനാണ്, ഷെയ്ഖ് അത്രയും ശരിയായ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളാണ്, ഷെയ്ഖ് അത്രയും നന്മ മാത്രം ലക്ഷ്യമാക്കുന്ന ആളാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരുന്ന ആള്, അവർക്കാണ് മുരീദ് എന്ന് പറയാം. ആത്മീയ വഴിയിലുള്ള 2 ഘടകങ്ങളാണ്. പക്ഷെ ഈ ഷെയ്ഖ് തന്നെ ചില ഗ്രേഡ് കൂടുന്ന ആളുകളാണ്. അപ്പൊ അവര് മുറബിയായ ഷെയ്ഖാവും. മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരെ കണ്ടാൽ തന്നെ മതി അയാളുടെ തകരാർ എന്താണ്, ആത്മീയമായി മതപരമായി അദ്ദേഹത്തിന്റെ കുറവ് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാപ്തിയുള്ള അത്രയും ഗ്രേഡ് കൂടിയ ആളുകൾക്കാണ് മുറബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകൾ ഒരാൾ കയറി വന്നാൽ തന്നെ നിനക്ക് ഇന്ന തകരാറുണ്ടല്ലേ, അതിന് ഇന്ന പരിഹാരം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മതപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർ ചെയ്യും. അത് നമ്മൾ പോയിട്ട് പരാതി പറയുന്നുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചു തരണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടപാട് പറയും. അതാണ് മുറബിയായ ഷെയ്ഖ് എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ആത്മീയ വഴിയിൽ ആളുകളെ വഴി നടത്തുന്ന നേതാക്കന്മാരാണ് ഷെയ്ഖുമാർ എന്ന് പറയുന്നത്. അങ്ങനെ പണ്ട് കാലത്ത് ഒരു ഷെയ്ഖും മുരീദും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഇന്ന അഹദൻ മിനൽ മുരീദീന ബന ബൈതൻ, ഒരിക്കൽ ഈ മുരീദ് ഒരു വീടുണ്ടാക്കി. സുമ്മ ളീഫ ഷെയ്ഖുഹു, അങ്ങനെ എന്ത് ചെയ്തു, വീടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളെ അത്തരം പരിപാടികൾക്ക് നമ്മൾ കൊണ്ടുവരുമല്ലോ. അപ്പൊ ഈ മുരീദ് എന്ത് ചെയ്തു, ഷെയ്ഖിനെ വിരുന്ന് സൽക്കരിച്ചു തന്റെ വീട്ടിലേക്ക്. ഷെയ്ഖ് വന്ന് വീടൊക്കെ കണ്ടു. ഈ മുരീദിനോട് ഷെയ്ഖ് ചോദിച്ചു, എന്തിനായി കിളിവാതിൽ വെച്ചത് എന്ന് ചോദിച്ചു. വീടാകുമ്പോ വാതിലും ജനവാതിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഷെയ്ഖ് ചോദിക്കാണ്, എന്തിനാണ് നീ കിളിവാതിൽ വെച്ചത്, ജനൽ വെച്ചത് എന്തിനാണ്?
അപ്പൊ മുരീദ് പറഞ്ഞു ദുഖൂലിൽ ഹവാ വശുമൂലി ത്വയാ, കാറ്റും വെളിച്ചവും നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ് ജനവാതിൽ വെച്ചത്. വെളിച്ചവും കിട്ടും കാറ്റും കിട്ടും, നല്ല വായു സഞ്ചാരം കിട്ടുമല്ലോ. ഫഖാല, അപ്പൊ ഷെയ്ഖ് പറയണം. അപ്പൊ ഷെയ്ഖും മുരീദും തമ്മിൽ ഷെയ്ഖിന്റെ ദൗത്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാം. ഷെയ്ഖ് പറഞ്ഞു അംറുൻ ളാഹിർ ഹാസിലുൻ ലാ മഹാല, ഇതൊക്കെ വളരെ വ്യക്തമായി നിസ്സംശയം സംഭവിക്കുന്ന, അതെന്തായാലും ഉണ്ടാകുന്ന കാര്യം തന്നെയല്ലേ. അതല്ലല്ലോ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ലക്ഷ്യം വേണം. വെളിച്ചവും വായുവും കിട്ടാനാണ്, അതെന്തായാലും ഉറപ്പന്നല്ലേ. ഈ ജനവാതിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് അത് ഉണ്ടാകണല്ലേ. പക്ഷെ ലാകിൻ കാന യംബഗി അൻ തഖ്സിദ ബിൽ അസാല സമഅല്ലദാൻ, പക്ഷേ നമുക്കൊരു അഭിലഷണീയതയുണ്ട്, ഒരു യോജിപ്പുണ്ട്. അതെന്താ? നമ്മുടെ ഉദ്ദേശം എന്താവണം? ഈ ജനവാതിൽ വെച്ചത് ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊണ്ടുപോണ ബന്ധം ഒരു മുരീദിനെ ഷെയ്ഖ് നയിക്കുകയാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ ഇയാൾ എങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്? ഇലാഹി ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പണി പോലും വെറുതെ ദുനിയാവിന് വേണ്ടി ആയി പോകാതെ ആഖിറത്തിന് വേണ്ടി ആവാൻ, വീട്ടിലെ ജനല് വെക്കുന്നത് പോലും പിന്നെ വായുവും വെളിച്ചവും കടക്കാൻ എന്ന പൊതുവായിട്ടുള്ള ആവശ്യത്തിലപ്പുറം ഒരു മുസ്ലിമിന് ആവശ്യമുണ്ടാകണം. എന്താണ് ആവശ്യം? ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ്, ബാങ്ക് കേൾക്കുക എന്നുള്ളതായിരിക്കണം. ബാക്കിയെല്ലാം ഇതിന്റെ അനുബന്ധങ്ങളായി വരുന്നതാണ്. മെയിൻ നമ്മുടെ ലക്ഷ്യം എന്താവണം? ജനൽ വെക്കണെന്തിനാ? ബാങ്ക് കേൾക്കാതെ. ബാങ്ക് കേട്ടാൽ നിസ്കാരത്തിലേക്കുള്ള വിളിയാണുള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ വേഗം നിസ്കരിക്കാൻ, പള്ളിയിലേക്ക് പോകാൻ, എല്ലാത്തിനും സൗകര്യം ഉണ്ടാകും. അപ്പൊ ദീനുമായി ബന്ധപ്പെട്ട് ആത്മീയ വഴിയിലേക്ക് ആളുകളെ നയിക്കുന്ന രീതിയാണ്. ഇതാണ് ഷെയ്ഖും മുരീദും. ഇങ്ങനെ നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം ഇങ്ങനൊരു ആത്മീയ ടച്ച് വേണം എന്നാണ് ഈ ചരിത്രം നമ്മെ തെര്യപ്പെടുത്തുന്നത്. എന്തിനാ നമ്മളൊക്കെ ദുനിയാവിൽ വന്നത്? പടച്ചറപ്പ് ഖുർആനിലൂടെ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പടപ്പുകളാകുന്ന നമ്മളെയൊക്കെ പടച്ചത്. അപ്പം നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെടുന്നതാവണം. അപ്പോഴേ നമ്മൾ ശരിയായ ഒരു മുസ്ലിമും മുഅ്മിനും ഒക്കെ ആകുള്ളൂ എന്നുള്ള ഒരു നല്ലൊരു പാഠമാണ് ഈ ചരിത്രത്തിൽ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇഖ്ലാസ് വർദ്ധിപ്പിച്ച് നിയ്യത്ത് നന്നാക്കി തരട്ടെ. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും അല്ലാഹു ആത്മാർത്ഥത നിലനിർത്തി തരട്ടെ. പടച്ച റബ്ബിൻ്റെ പൊരുത്തമുള്ള അടിയാറുകളിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അല്ലാഹു നിറവേറ്റി തരികയും പ്രയാസങ്ങളൊക്കെയും അല്ലാഹു നീക്കി തരികയും ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.